കോഴിക്കോടിൻ്റെ പോരാട്ടത്തിന് ആവേശം പകർന്നുകൊണ്ട് ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നമ്മുടെ കൗമുദി ടിവിയുടെ സ്റ്റുഡിയോയ്ക്ക് മുമ്പിൽ കൗമുദി റിപ്പോർട്ടർ സേതു ലക്ഷ്മിക്കൊപ്പം. സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കാനുള്ള കോഴിക്കോടിന്റെ അവസാനവട്ട കാത്തിരിപ്പിന് മുമ്പ് കൗമുദി ടിവിയുടെ മുന്നിലെത്തിയ കോഴിക്കോട്ടുകാരാണ് ഈ നിൽക്കുന്നത്. ജില്ലയിലും സബ് ജില്ലയിലും അപ്പീലോട് കൂടി എത്തി സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും എ ഗ്രേഡ് നേടിയ സംഘനൃത്തം ടീമാണ് ഇവര്. എന്നാൽ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ അറിയാം. സന്തോഷമല്ലേ? അപ്പീലോട് കൂടിയാണ് വന്നത്, ഇപ്പം 1ാം സ്ഥാനം കിട്ടി അല്ലേ? എങ്ങനെ വില? ഞങ്ങൾ നല്ലോണം കളിച്ചു. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ബാക്കിൽ നിൽക്കുന്ന അധ്യാപകരും രക്ഷിതാക്കളും ആയിരിക്കും അല്ലേ? അപ്പം പറയൂ. പ്രൊവിഡൻസിന് വർഷങ്ങൾക്ക് ശേഷമുള്ള വിജയമാണ്. നമ്മുടെ പ്രൊവിഡൻസിൻ്റെ തിരിച്ചുവരവായിട്ടാണ് ഈ സന്തോഷം ഞങ്ങൾ പങ്കിടുന്നത്. 30 ടീമുണ്ടായിരുന്നു മത്സരത്തിൽ. അതിൽ 1ാം സ്ഥാനം എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ സബ് ജില്ലയിലും ജില്ലയിലും കനത്ത മത്സരമായിരുന്നു. അവിടെ നിന്ന് അപ്പീലുമായിട്ട് വന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം കിട്ടിയത്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ ഇവരെ പഠിപ്പിച്ച വിനീത് സാറിൻ്റെ വളരെ ഒരു ത്യാഗവും സാറിൻ്റെ ഒരു ഇതും പിള്ളേരുടെ പ്രാക്ടീസും കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. പിന്നെ അതിനായിട്ട് ഞങ്ങളെ സഹായിച്ച മുഴുവൻ പ്രാക്ടീസ് കൊടുത്തത് ദീന മാം പറഞ്ഞു കൊടുത്ത് അതേപോലെ തന്നെ ഇവർ ചെയ്തോ? ഓ, നന്നായിട്ട് ചെയ്തു, വളരെ നന്നായിട്ട് ചെയ്തു. കോമ്പറ്റീഷനൊക്കെ എങ്ങനെയായിരുന്നു? ടൈറ്റ് ആയിരുന്നു? ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. പിന്നെ സബിനും ഞങ്ങൾക്ക് സെക്കൻഡാണ്, ജില്ലയ്ക്ക് സെക്കൻഡാണ്. അപ്പീലായിട്ട് വന്നിട്ട് ഇവിടെ ഫസ്റ്റ് വാങ്ങിയതിൽ ഭയങ്കര സന്തോഷം സഹിക്കും. സർ പറയൂ, എങ്ങനെയാണ്? കോഴിക്കോടിലേക്ക് കപ്പ് കൊണ്ടുപോകണമെന്ന് ഞങ്ങളെ വലിയ ആഗ്രഹമാണ്. അതിന്റെ ഭാഗമായി പ്രൊവിഡൻസിന് എന്തായാലും ഇത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാം. തൊട്ടടുത്ത് തന്നെ പാലക്കാടും ഉണ്ട്. പാലക്കാട് തൊട്ടടുത്ത് ഉണ്ടെങ്കിലും കോഴിക്കോട് സ്ഥിരമായിട്ട് കപ്പ് ഞങ്ങൾ അവിടെ തന്നെ സൂക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് കിട്ടണം. കൊടുക്കൂലെന്നുള്ള വാശിയിലാണ് കോഴിക്കോട് തന്നെ കൊണ്ടുപോകും. നമ്മുടെ ആദ്യത്തെ ഐറ്റമായ മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനം നേടിയ കുട്ടിയാണിത്. എന്റെ മോളുടെ പേര് അനഘ. മോഹിനിയാട്ടത്തിന് 1ാം സ്ഥാനം എ ഗ്രേഡ്. അതെ, എന്തായാലും കോഴിക്കോടുകാരെല്ലാം വളരെ ആത്മവിശ്വാസത്തിലാണ്. കപ്പടിച്ചേ പോവല്ലേ? ഓക്കെ, അവര് കപ്പും കൊണ്ടേ പോവൂ. നമുക്കും കാത്തിരുന്ന് കാണാം. സൃഷ്ടി സ്ഥിതി സംഹാരാധാരം ശിഷ്ട സംസാര രക്ഷാകാരം വൃഷ്ണിവംശ രത്നാവതാരം വിഷ്ണും നമ കൃപാസമുദ്രം. തോരാതെ പെയ്തുവാനം പാരാകെ മോദവർഷം ആരാവിന്നർദ്ധയാമേ കാരാഗൃഹേ
പിറന്നു കാർവർണ്ണൻ കമലാക്ഷൻ കാർവർണ്ണൻ കമലാക്ഷൻ. സാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശ്രീവത്സാംഗം മഹോരസ്ഥം വനമാലാഭിരാജിതം ശംഖചക്രധരം ദേവം വിഷ്ണും വന്ദേ ജഗദ്ഗുരു. മധുരാപുരിക്ക് മാധുര്യമായി മണിവർണ്ണൻ തൻ മായകളാടി മണിവർണ്ണൻ തൻ മായകളാടി. നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ഉണ്ട്, മകനുമുണ്ട്. വീണയിൽ എല്ലാ പ്രാവീണ്യം തെളിയിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു സെലിബ്രിറ്റി, ഉടൻ സെലിബ്രിറ്റി ആകാൻ പോകുന്ന ഒരാളെയാണ് കൗമുദി ടിവിക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരെ, അമ്മയും മകനെയും ഹൃദയപൂർവ്വം ഈ അനന്തോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇതിൽ വീണ, അതിൽ ഫസ്റ്റ് പ്രൈസ്. അമ്മയാണോ ഗുരു അതോ അല്ലല്ല ആരാ ഗുരു? അത് അവൻ തന്നെ പറയാം. ഗുരുവിനെ പറ്റി ശിഷ്യൻ തന്നെയാണ് വീണ പഠിക്കുന്നത്. എനിക്കൊരു മാനസ ഗുരുവുണ്ട്, ശ്രീമതി വീണ ഇ ഗായത്രി, മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. അപ്പോൾ ഗായത്രി മാമിൻ്റെ അടുത്ത് എനിക്ക് ഡയറക്റ്റ്ലി പഠിക്കാൻ പറ്റില്ല, കാരണം പുള്ളിക്കാരത്തി നല്ല ബിസിയാണ്, ആള് BC ആണ്. പക്ഷേ ഞാൻ ഗായത്രി മാമിൻ്റെ കച്ചേരി കേട്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഗായത്രി മാമിൻ്റെ കോൺസേർട്സിൽ തന്നെയാണ്. അതെന്തായാലും വളരെ സന്തോഷം തോന്നുന്നു. ആ ഒന്നാം സ്ഥാനം കിട്ടിയ ആ കഴിവുകൾ നമുക്ക് നമ്മുടെ കൗമുദി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചുകൂടെ?
സമയപരിധി ഇതിനുള്ളിൽ മനോഹരമായിട്ട് അത് ചെയ്തു. ഇനിയും കൂടുതൽ അവസരങ്ങൾ രണ്ടുപേർക്കും 2016 നല്ല ഐശ്വര്യമുള്ള ഒരു വർഷമായി മാറട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെയുള്ളതല്ല, ഇനി അങ്ങോട്ടാണ് തുടക്കം എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം ഇത്രയും നേരം ചെലവഴിച്ചു. താങ്ക് യു.